വീണ വിജയന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുക എന്നുള്ള നിർണായക നീക്കത്തിലേക്ക് ഇ ഡി കടക്കുകയാണ്. അധികം വൈകാതെ ഇത് മരവിപ്പിക്കും. ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കണ്ണൂരിൽ തന്നെ പ്രധാനമായിട്ടും രണ്ടിടത്താണ് സ്വത്തുക്കളുള്ളത് വീണ വിജയൻ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന അതിനെല്ലാം പുറമെയാണ് ഈ പറയുന്ന അക്കൗണ്ടിലെ കോടിക്കണക്കിന് രൂപ, പല അക്കൗണ്ടുകളിലായിട്ടുള്ള പണം ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ 2.25 കോടി വാങ്ങിയെന്നുള്ളത്. പിണറായി വിജയന്റെ ആസ്തിയെ പറ്റിയിട്ട് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലും വലിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിനുള്ളതായിട്ട് പറയുന്നുണ്ട്. ആസ്തികളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണ നേതാവിന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇത്രയേറെ സ്വത്തുക്കൾ ഉണ്ടാകുന്നത്. ആ വീടിനെ പറ്റിയുള്ള വിവാദം നേരത്തെ ഉണ്ടായതാണ്. അധ്യാപികയായിരുന്ന ഒരു ഭാര്യയാണ് കമല വിജയൻ ഉള്ളത്. പിണറായി വിജയൻ്റെ ഭാര്യ. അപ്പോൾ ഇതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ സ്വത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്? ബൂർഷ്വാസിയായി മാറുമെന്ന് അവർ തന്നെയാണ് പറയുന്നത്. വീണയുടെ ഈ സ്വത്തുക്കൾ കണ്ടെത്തുമ്പോഴെങ്കിലും ഈ സഖാക്കൾ തിരിച്ചറിയുമോ ഇവർ നടത്തിയിരുന്ന ഇരട്ടത്താപ്പാണെന്നുള്ളത്? പ്രിയൻ പറഞ്ഞു പോയപ്പോൾ ഞാൻ മനസ്സിൽ പതിഞ്ഞൊരു കാര്യം പറയട്ടെ. കോടികളുടെ ആസ്തി എന്ന് പറഞ്ഞു. കൊടി പിടിച്ച കൈകളാണ്, കൊടി പിടിച്ച കൈകളാണ്. അതിൽ ഒരു കോയും കൂടെ ചേർത്തു. വെരി സിമ്പിൾ. കൊടി എന്നുള്ളത് കോടിയെന്നായി. തെറ്റുണ്ടോ? കോടിമുണ്ട് 2 മേടിക്കാൻ തന്നെ സഖാക്കൾ ബുദ്ധിമുട്ടുക. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കോടി സാരി മേടിച്ചു കൊടുക്കാനായിട്ട് സഖാക്കൾ ബുദ്ധിമുട്ടുക. അപ്പോഴാണ് കോടിക്കണക്കിന് ആസ്തി ഓരോ നേതാക്കന്മാരുടെയും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ വായിച്ചതാണ് നമ്മുടെ ശ്യാമള. ഞാനിവിടെ ചെയർമാനായിരിക്കുമ്പോൾ ഈ എൻ്റെ ഒപ്പ് വീഴില്ല എന്നും പറഞ്ഞ സാജനെ മരണത്തിന് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സ്ത്രീയുണ്ട്. അവരും അവരുടെ ഡ്രില്ല് മാസ്റ്ററായ ഭർത്താവും കൂടെ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വിവരം ഇന്നലെ വായിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ കോടി എന്ന് പറയുന്നത്, കൊടി എന്നുള്ളതിനെ ഒരു ഓ ചേർത്തെന്ന് നമ്മൾ വായിച്ചാൽ പ്രാസം ഒപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലേ. പക്ഷെ പ്രിയൻ അതല്ല. ബൂർഷ്വാസി എന്ന ആൾക്കാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ബൂർഷ്വാസി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ ഇവർക്കറിയില്ല. ഇവരിപ്പോൾ അതിന് വേറെ എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുധാകരൻ്റെ ഒരു വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് കാര്യം മുഴുവനും എന്തായിരിക്കുന്നു, ഈ നർക്കോട്ടിക്സ് കേസുകളിൽ നർക്കോട്ടിക്സ് വിൽപ്പനക്കാരും അല്ലെങ്കിൽ തെമ്മാടി ആ ഒരു ക്രിമിനൽസാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടോ? ക്രിമിനൽസിനും നർക്കോട്ടിക്സും മാറ്റിവെക്കൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കന്മാർ ആരാണ് ഇപ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നത്? ആരുമില്ല. കാറിൽ പോയാൽ മതി, മാരുതി 800 ഓടൂല്ലേ? ഓടും. ഇന്നോവ ഹൈബ്രിഡ് തന്നെ വേണോ? ഇപ്പം ഇവിടെ വീണ എറണാകുളത്ത് വന്നിരുന്ന, ആദ്യം നമ്മൾ കുറേ സെർച്ച് ചെയ്തോട്ട് നമ്മൾ കിട്ടാത്ത കാറ്, അതിന് ഹൈപ്പോത്തിക്കേഷൻ ഇല്ല. അതായത് ഒരു ഹൈബ്രിഡ് കാറിന് 40 ലക്ഷം രൂപ മിനിമം ഇന്നോവ ടൊയോട്ടയുടെ ഉണ്ട്. ആ 40 ലക്ഷം രൂപയുടെ കാറ് ഹൈപ്പോത്തിക്കേഷൻ ഇല്ലാണ്ട് കടമെടുക്കാണ്ട് മേടിച്ചിരിക്കുക, റെഡി ക്യാഷ് പേയ്മെൻറ്റിൽ. ഇപ്പോൾ നമ്മൾ അറിയുന്നത് ആരുടെയാണെന്ന് അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല. പക്ഷേ മരുമോനിക്കയുമായിട്ട് എന്തോ ഒരു അടുത്ത ബന്ധത്തിൽ കൂടെ പോകുന്നു എന്നാണ് നമ്മളത് അറിയുന്നത്. ആ കാറിൻ്റെ ഉടമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ പൈസ എവിടെ നിന്ന് വരുന്നു? മരുമോനിക്കയുടെ കുടുംബത്തിൽ എന്താണ് സ്വത്ത്, ആസ്തി അല്ലേ? അപ്പോൾ മരുമോനിക്ക കൂടെ ഇതിൽ ഇംപ്ലിക്കേറ്റഡ് ആണ്. തിരിച്ച് വന്ന് രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഒരു ടാക്സിയാണ് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നത്. പറഞ്ഞു വന്നത് പ്രിയൻ, ഇവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അച്ഛൻ്റെ പദവിയെ ദുരുപയോഗം ചെയ്ത് നല്ല കുത്തക മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കൈവിട്ടു പോയത്. കരിമണൽ ഇതിനെക്കുറിച്ച് അപ്പോഴാണ് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ വിഡ്ഢികളാകപ്പെടുകയായിരുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കാശ് കിട്ടുന്നില്ല. ഇവർ കുറച്ച് പേര് മാത്രം, അതായത് കേരളത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിയിലുള്ള CPMൻ്റെ ദേശീയ കമ്മിറ്റിയിലുള്ള ആൾക്കാർ മാത്രം എങ്ങനെ മുതലാളിമാരായി മാറുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി ആണല്ലോ അവർക്ക് ഏറ്റവും വലിയ, പിണറായി സഖാവും സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ, അവർക്ക് മാത്രം എങ്ങനെ ഇത്രയധികം കാശുണ്ടാക്കാൻ പറ്റുന്നു എന്നൊരു ചിന്ത സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു ട്രോളാണ്. 3-4 ലേഡീസിൻ്റെ പടമുണ്ട്. ഒന്ന് നമ്മുടെ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ലതാദേവിയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സുജാതയാണോ? സി എസ് സുജാത. അത് അമ്മായി, ചേച്ചി, അനീത്തി, അമ്മായി, അങ്ങനെ എന്തെന്നോ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ പറഞ്ഞ് സൽവാർ ഇട്ട് ഡൽഹിക്ക് പോയി. അവിടെ പോയി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി. തിരിച്ച് ഫ്ലൈറ്റിൻ്റെ ഇറങ്ങിയ ഉടനെ സാരി ഉടുത്ത് ഇവിടെ വന്ന് കേരള സംസ്ഥാന കമ്മിറ്റി അംഗം
പുസ്തകങ്ങളായി എന്നും പറഞ്ഞ് CPM-ന്റെ ഒരു അതെ, പ്രിന്റ് കണ്ടിരുന്നു. കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചുരിദാർ ഇട്ടാൽ കേന്ദ്ര കമ്മിറ്റി, സാരി എടുത്താൽ കേരള കമ്മിറ്റി. കേരള കമ്മിറ്റി നല്ലൊരു ട്രോളായിരുന്നു കേട്ടോ. അതുപോലെയാണ് തഞ്ചത്തിനനുസരിച്ച് മാറുന്നത്. പിണറായിക്കൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ആസ്തി? അത് അവരുടെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് മുഴുവനും തന്നെ മകൾക്ക് കൊടുത്തോ? കമ്പനി ഉണ്ടാക്കാൻ കമ്പനി എടുക്കാൻ വേണ്ടി കൊടുത്തു. ഒരു വീട് പോലും ഇല്ലാഞ്ഞിട്ടാണ് AKG സെന്ററിന്റെ അഡ്രസ്സ് വെച്ചത് കമ്പനിക്ക്. അതെ. ഓർമ്മയുണ്ടോ? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയുണ്ടായി, അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് മുഴുവനും മകളുടെ കല്യാണത്തിന് തീർന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വീടും കാര്യങ്ങളും അങ്ങനെയാണ് സാധാരണ കുടുംബങ്ങളിൽ ഒരു മകളുണ്ട്, അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസം കഴിയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പ്രോവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഒക്കെ തീർന്നു. പക്ഷെ ഇവർക്കൊന്നും തീരുമില്ല, അക്ഷയപാത്രമാണ്. പണ്ട് ദ്രൗപദിയുടെ ഒരു ഇത് ഓർക്കുന്നില്ലേ? ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു വറ്റുണ്ടെങ്കിൽ പോലും നിറഞ്ഞ് സദ്യ വിളമ്പാൻ പറ്റും, ആഹാരം ഉണ്ടാകും. അതുപോലെയാണ് പിണറായി സഖാവിൻ്റെയും ബാക്കി ഗോവിന്ദൻ മാസ്റ്ററുടെയും നേതാക്കന്മാരുടെ എല്ലാവരുടെയും കാര്യം. ഒരു ചെറുതിൽ നിന്ന് തുടങ്ങി. ഞാൻ മോശമായിട്ട് പറയുന്നതല്ല. അച്ഛൻ പിണറായി സഖാവിൻ്റെ അച്ഛൻ വളരെ ചെറിയ, അതായത് തെങ്ങ് കയറ്റ തൊഴിലാളി അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് അദ്ദേഹത്തിന് മക്കൾക്ക് ബ്രഹ്മൻ കോളേജിൽ ഇരട്ടച്ചങ്കൻ നടന്നു പോകാനൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ എന്താണെങ്കിലും 18 രൂപയായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഫീസ്, കോളേജിലെ ഫീസ്. എന്തെങ്കിലും കൊടുക്കണ്ടല്ലോ, അത് കൊടുത്ത് മകനെ പഠിപ്പിച്ച്. അത്രയും ആസ്തിയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതിൽ നിന്ന് ഇത്രയും വലിയൊരു വീട്, കണ്ണൂരെ വീടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സാധാരണ സഖാവ് വീണയ്ക്ക് വേണ്ടി ജയിലിൽ പോയ ആളുടെ വീട് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇവർ വരുന്നുണ്ട് എങ്കിൽ എങ്ങനെ വന്നു? ഈ പിണറായിയെ മുന്നിൽ കണ്ട് ജനങ്ങൾ മുഴുവൻ കാശ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു കമ്പനിയുടെ പേര് വെറുതെ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കുക, പേപ്പർ കമ്പനി അല്ലേ? അതിലുണ്ടാക്കിയിട്ട് ഇല്ലാത്ത സേവനങ്ങളൊക്കെ പറഞ്ഞ് കാശ് മേടിക്കുക. എല്ലാവരും കണ്ടാണ്. എന്നാലും ഒരിക്കൽ കൂടെ പറയാം, ഇവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോൾ ഇവരുടെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് പിന്നെ വന്ന കമ്പനി ശരിക്കുള്ള സേവനം കൊടുത്തതിന് 3 ലക്ഷം രൂപയേ ആയിട്ടുള്ളൂ. ഇതൊന്നും ചെയ്യാണ്ട് ഇരുന്നതിന് ഇത്രയും കോടി രൂപ. ഈ പിന്നെ കണ്ണൂരത്തെ കാര്യം മാത്രമല്ല, വീണയുടെ പല കാര്യങ്ങളും, പല കാര്യങ്ങൾ ഇൻ ദ സെൻസ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുകൾ പലതും തന്നെ. ഇപ്പോൾ കണ്ണൂർ കാര്യം നമ്മൾ പറഞ്ഞു, അവർ EDയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ തന്നെ കറക്റ്റ് സോഴ്സിലല്ല വന്നിട്ടുള്ളത് എങ്കിൽ അതൊക്കെ കൺഫിസ്കേറ്റ് ചെയ്യുകയും ചെയ്യും. പിണറായി സഖാവിന് ബുദ്ധിയില്ല എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞത് അറിയുകയാണെങ്കിൽ തലച്ചോറ് മുഴുവൻ മാഡം കമലയുടെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വപ്ന സുരേഷ് കൃത്യമായി പറയുന്നുണ്ട്, ഇദ്ദേഹം വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ആൾക്കാരെ തിരിച്ചറിയുന്നതും അവരെ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം. അതായത് ടീം ഉണ്ടാക്കണമല്ലോ. ഇന്നവനെ കൊല്ലാൻ വിടാം, ഇന്നവനെ തിന്നാൻ വിടാം, ഇന്നവനെ ഡ്രൈവറാക്കാം, ഇന്നവനെ രക്ഷാപ്രവർത്തനം അയക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാഡം കമലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കമല സ്വത്തുക്കൾ മുഴുവൻ മകളുടെ പേരിലേക്കോ അവരുടെ പേരിലേക്കോ ആക്കിയിട്ടുണ്ടാവില്ല. പല സ്വത്തുക്കളും അവർക്ക് വിശ്വാസമുള്ള പലരുടെയും പേരിലുണ്ടാവും. അതും നോക്കണം. ഒരു കഴിഞ്ഞ 10 സഖാവ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ ഉള്ള പാർട്ടി പ്രവർത്തകർ മേടിച്ചിരിക്കുന്ന സ്വത്തുക്കളും കൂടെ നമുക്കൊന്ന് അന്വേഷിക്കാൻ പറയണം. ഇവരോട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആൾക്കാരുടെ ആയിക്കോട്ടെ, അതും കൂടെ ഒന്ന് അന്വേഷിക്കാൻ പറയണം. എങ്കിൽ മാത്രമേ ഇനി കൃത്യമായൊരു കാര്യം ഉണ്ടാവും. നമുക്കിതൊക്കെ നടക്കുന്നതിന് പ്രതീക്ഷിക്കാം. പേരിലുള്ള സ്വത്തുക്കളാണ്, അതായത് വീണയുടെ പേരിലുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ. പക്ഷെ അതല്ലാത്തത്, അതെ, ബിനാമി അക്കൗണ്ട് നമുക്കറിയാലോ, ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ഇത്രയധികം കോടി രൂപയുടെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ പുറത്ത് വരാത്തതുണ്ടാവും, എത്രയോ കാശല്ലാണ്ട് അസറ്റായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടാവും. മകന് വിദേശത്താണ് ജോലി, വിദേശത്തെ ബാങ്കിലാണ്. അപ്പൊ അവിടേക്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി അതും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാ ദിവസവും ഓരോ ഇത് വരുമ്പോൾ അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്ന ബാങ്കിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടുകളെ കുറിച്ചും അദ്ദേഹം അതിനു മുമ്പ് വർക്ക് ചെയ്യുന്ന ബാങ്കിലെ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകളെ കുറിച്ചും ഒക്കെ ഇപ്പോൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അദ്ദേഹം അവിടെയാണെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹവും കാര്യം വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരേണ്ടി വരും. ബാങ്കിലാണെങ്കിലും എത്ര രൂപ കിട്ടും നമുക്കറിയാമല്ലോ. 1 ലക്ഷം രൂപ ഉദ്ദേശം പറയാണ്. 1 ലക്ഷം രൂപ എന്നുള്ളത് 20 ലക്ഷം രൂപ എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു സ്വന്തം അച്ഛനിൽ കൂടെ കിട്ടാനുണ്ടായിരുന്ന ഒരു ഫേവറിന് വേണ്ടി കൊടുത്ത പൈസയായിട്ട് തന്നെ വരും. ഈ പിണറായി സഖാവിൻ്റെയും കൂട്ടാളികളുടെയും കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ സമ്പാദിച്ചിരിക്കുന്ന സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരണം. വീണ റിയാസിനെ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള സ്വത്തിൻ്റെ വർധനവിനെ കുറിച്ച് നമ്മൾ അറിയണം. കണ്ണൂർ മുഴുവൻ ഞാനിങ്ങ് എടുത്തു എന്ന് പറഞ്ഞ മട്ടിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എവിടെയോ വായിക്കുന്നുണ്ടായിരുന്നു, കണ്ണൂരും തിരുവനന്തപുരത്തും മാത്രമേ സഖാക്കളുള്ളൂ എന്ന്.
ബാക്കിയൊരിടത്തും ഇപ്പോൾ സഖാക്കളില്ല. ഒരു ഇലക്ഷൻ ക്യാമ്പയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് വിളിക്കുകയാണെങ്കിൽ സഖാക്കളെ വീട്ടിൽ പോയി ക്ഷണിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയാണെന്ന് നമ്മൾ വായിക്കണ്ടേ. അപ്പോൾ കാരണം അതിനർത്ഥം കണ്ണൂരിലെ സ്വത്ത് മുഴുവൻ ഞാൻ സ്വന്തമാക്കുന്നല്ലോ അർത്ഥം. ഈ ഫ്യൂഡലിസം, പ്രഭുത്വം, ജന്മികൾ എന്നൊക്കെ പറഞ്ഞ് എത്ര പേരെയൊക്കെ വെട്ടിക്കൊന്നിരിക്കുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്നതല്ലേ. വെട്ടിനിരത്തൽ എത്ര പേരുടെ കൃഷിഭൂമി ഇല്ലാതാക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതൊക്കെ തിരിച്ച് കൊന്നാൽ പാപം കൊന്നാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പറയുന്നത് മാത്രമല്ല കൂലി വരമ്പത്ത് കിട്ടുന്ന ഇവർ പറഞ്ഞല്ലോ. ഈ ജന്മത്തിൽ ഇതൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും കൂടെ നമുക്ക് വിശ്വസിക്കാം. സ്വന്തമായിട്ട് എത്രയോ പേര് നശിപ്പിച്ചു, എത്ര പേരെയോ നശിപ്പിക്കാൻ കാരണഭൂതനായി. അപ്പം അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഉടനെ തന്നെ ഇതിനൊക്കെ ഒരു എത്രയും വേഗം തന്നെ അവർ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് കാരണം ഇങ്ങനെ ഒരു കേസാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാക്കാൻ പറ്റില്ല. കൃത്യമായ തെളിവുകളില്ലാണ്ട് അവർക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അവർ ചാർജ് ഷീറ്റ് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. ഇതൊരു ചെറിയൊരു കണിക മാത്രമാണ് അല്ലേ. ഒരു വലിയ ഒരു സത്യത്തിൻ്റെ മുഖംമൂടി അതിൻ്റെ ചെപ്പ് തുറക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ED എന്ന് തന്നെ വിശ്വസിക്കുന്നു വീണ. സോ ബി കെയർഫുൾ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണേ.